മനാഫ് മാത്രമല്ല, മനാഫിൻ്റെ ഒപ്പമുള്ള അർജുൻ അടക്കമുള്ള 5 ഡ്രൈവർമാരാണ് മനാഫിനൊപ്പം ഈ തടി കയറ്റി വരുന്ന ജോലിക്കായി ഉണ്ടായിരുന്നത്. മറ്റ് 4 പേരും അതീവ സങ്കടത്തിലാണ്. കാരണം ഇവരെല്ലാം സഹോദരങ്ങളെ പോലെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരാളാണ് സമീർ. സമീർ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്. സമീറിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ സമീറിനോടാണ് അർജുൻ അവസാനമായി സംസാരിച്ച ആളുകളിൽ ഒരാൾ സമീറാണെന്ന് അറിയുന്നു. എത്ര മണിവരെ ഫോണിൽ അർജുനുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു സമീറിന്? 2 മണി മുതൽ ഒരു 3 മണി വരെ, 3-3:15 വരെ സംസാരിച്ചതാണ്. പിന്നെ അവിടെ ഈ ലക്ഷ്മണന്റെ കട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വെച്ച് കിടന്നുറങ്ങുമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അതായത് ഈ ഷിരൂരിൽ ഏത് ഭാഗത്താണ് ഈ കടയുണ്ടായിരുന്ന, ചായക്കടയുണ്ടായിരുന്നതിന്റെ നേരെ എതിർവശത്താണോ വണ്ടി പാർക്ക് ചെയ്യാറുള്ളത്? എങ്ങനെയാണ് അർജുന്റെ ഒരു പതിവ്? നാട്ടിൽ നിന്ന് ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഈ കടന്റെ മുൻവശത്തും, തിരിച്ച് നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കേരള ഭാഗത്തേക്ക് വരികയാണെങ്കിൽ അതിന്റെ കടന്റെ ഓപ്പോസിറ്റ് സൈഡിലും ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നതിന്റെ ഇനിയും അകത്തേക്ക് പോകാറുണ്ട്. കാരണം ആ ഡബിൾ റോഡ്, 4 ലൈൻ ഹൈവേയിൽ ഡബിൾ റോഡ് കഴിഞ്ഞിട്ട് ഒരു വണ്ടി കഷ്ടിച്ച് വെക്കാവുന്ന സ്പേസ് ഉണ്ട് അവിടെ. ഒരു വണ്ടി ഈ വെള്ളം വരെ നമ്മൾ ലൈൻ ഇടും, ഹൈവേക്ക് ലൈൻ ഇടുന്നതിന്റെ അകത്തായിട്ട് ഒരു വണ്ടി വെക്കാനുള്ള സൗകര്യം ഉണ്ട് അവിടെ. ഒരു വണ്ടി നല്ല ആ സൈഡിൽ ഒരു 5-8 വണ്ടി വെക്കാറുണ്ട്. അവിടെയാണ് അവിടെ ഉണ്ടാവാൻ സാധ്യത. അവിടെയാണ് ഞങ്ങൾ GPS അന്ന് മുതലേ കണ്ടതും. സമീർ, അതായത് അതൊരു വളവല്ലേ? ആ വളവിൽ അപ്പോൾ ഈ വളവ് കഴിഞ്ഞിട്ടാണ് അവിടെ ഈ സിംഗിൾ റോഡിൽ നിന്ന് ഡബിൾ റോഡിലേക്ക് കയറുന്ന സ്ഥലം. അത് കഴിഞ്ഞിട്ടാണ് ഈ കട ഉള്ളത്. ആ കടന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ലെവലിലെ സ്ഥലം തന്നെ, വളവ് അവിടെ അല്ല ഉള്ളത്. വളവ് തിരിഞ്ഞു വരുമ്പോൾ ലക്ഷ്മണന്റെ ചായക്കടയുടെ നേരെ എതിർഭാഗത്തുള്ള മലയോട് ചേർന്ന ഭാഗം, മലയോട് ചേർന്ന ഭാഗത്തായിരിക്കും ഉണ്ടാവുക. സാധാരണയായി വണ്ടി നിങ്ങൾ നിർത്തിയിടാറുള്ളത് ഇതേ റൂട്ടിൽ തന്നെ സമീറും പോകുമ്പോൾ നിങ്ങൾ നിർത്തിയിടാറുള്ളത് ഈ മലയോട് ചേർന്നല്ലേ? അതായത് റോഡിൽ നിന്ന് പരമാവധി അകത്തോട്ടാക്കിയല്ലേ? റോഡിൽ നിന്ന് അകത്തേക്ക് വെള്ളം വരന്റെ ഉള്ളിലായിട്ട് വണ്ടി വെക്കാൻ സൗകര്യമുള്ള സ്ഥലം അവിടെയുള്ളത്. ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോകുമ്പോഴല്ല, റിട്ടേൺ വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഈ കടന്റെ മുന്നിൽ തന്നെ ഒരു രണ്ട് വണ്ടിക്ക് അകലത്തിൽ ഒരു 5-8 വണ്ടി വെക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ട്. പക്ഷെ നേരെ റിട്ടേൺ വരുന്ന സമയത്ത് അവിടെ ആ റോഡിന്റെ പുറത്തായിട്ട് ഒരു വെള്ളവരന്റെ ഉള്ളിലായിട്ട് ഒരു 5-6 വണ്ടികൾക്ക് വെക്കാൻ കഴിയാറുണ്ട്. അതിന്റെ വീഡിയോസ് ഞാൻ അവിടെ ലൊക്കേഷന്റെ വീഡിയോസ് ഒക്കെ വിട്ടുകൊടുത്തിരുന്നു ഇതിന് മുന്നേ. അപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ. സമീർ, ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് ആ വെള്ള വര വരെ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ സമീർ പറയുന്നതനുസരിച്ച് ഉള്ളിൽ ആ മണ്ണ് കൂമ്പാരമായി കിടക്കുന്നയിടത്ത് ഈ വണ്ടി ഉണ്ടാകും അല്ലേ? ഉണ്ടാവാൻ എന്തായാലും സാധ്യത ഉണ്ട്. ആ വണ്ടി ഒരിക്കലും പുഴയിലേക്ക് പോകാൻ ഒരു തരത്തിലും ചാൻസ് ഇല്ല. പുഴയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ മരം ഇതുവരെ തെരച്ചിലിൽ ഒരു കഷ്ണം മരമെങ്കിലും നമുക്ക് കാണേണ്ടതാണ്. വണ്ടി മറിയുക അല്ലെങ്കിൽ വണ്ടി ആ പുഴയിൽ അകപ്പെടുക. മരം എന്ന സാധനം പൊന്തി വരുന്ന സാധനമാണ്. അപ്പോൾ അത് എന്തായാലും അത്രയും അടിപ്പെട്ടുണ്ടെങ്കിൽ ആ മരം അല്ലെങ്കിൽ വണ്ടിയിൽ എന്തെങ്കിലും തുമ്പ് ഇതുവരെ കിട്ടേണ്ടതാണ്. അപ്പോൾ ആ മണ്ണിന്റെ അകത്ത് തന്നെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. സമീർ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ തടിക്കഷണം എന്ന് പറയുമ്പോൾ ഈ ടിമ്പർ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ്? നീളമുള്ള തടിക്കഷണങ്ങളാണോ അതോ വട്ടത്തിലാക്കി എങ്ങനെയാണ് നിങ്ങൾ അത് കൊണ്ടുവരുന്നത്? ഏത് രൂപത്തിലുള്ള തടിക്കഷണങ്ങളാണ്? ചെറിയ പീസ്, ഒരു 3.5 അടി 4 അടി അകലത്തിലുള്ള പീസാണ് കൊണ്ടുവരുന്നത്. നീളം തടിയല്ല. ഇപ്പോൾ നമ്മൾ പെരുമ്പാവൂരൊക്കെ പ്ലൈവുഡിന് കൊണ്ടുപോകുന്ന ടൈപ്പ് കട്ടൻസ് കണ്ടില്ല, ആ രീതിയിലുള്ള നമ്മൾ കൊണ്ടുവരുന്നത്. നീളം തടിയല്ല, പീസായിട്ട് വണ്ടിയുടെ അകത്ത് തന്നെ ഉണ്ടാവത്തുള്ളൂ, വെളിയിലേക്കൊന്നും ഉണ്ടാവില്ല. ക്യാബിന്റെ ലെവലിലായിട്ട് ചെറിയ ചെറിയ പീസ് 4 അടി പീസുകളാണ്. അത് അടുക്കി വെച്ചാണ് കൊണ്ടുവരുന്നത് അല്ലേ? അടുക്കി വെച്ചിട്ട് കയറോണ്ട് ഭദ്രമായി കെട്ടിയിട്ട് കൊണ്ടുവരാറ്. പക്ഷെ ആ വണ്ടി മറിയെ എന്ത് ചെയ്യണം, കട്ടൻസ് അവിടെ റോഡിൽ തെറിച്ചുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ വണ്ടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇത്രയും മണ്ണ് മാറ്റുന്നിടക്ക് ആ മരം കിട്ടാൻ ചാൻസ് ഉള്ളതല്ലേ. ഇതുവരെ നമുക്ക് അത് ഒന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ അതിന്റെ അകത്തുണ്ടാവാൻ തന്നെ സാധ്യത. സമീർ, ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടറിന്റെ സ്ക്രീൻ സമീറിന് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ എന്ന് എനിക്കറിയില്ല. സാഹചര്യത്തിലല്ല, ഞാൻ ചെറിയൊരു ഹോസ്പിറ്റൽ കേസാണ്. സമീർ, അതായത് ഇപ്പോൾ മണ്ണ് കൂടിക്കിടക്കുന്നത് നമ്മൾ ആ വളവ് വളഞ്ഞു വരുമ്പോൾ, നമ്മളത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്, ആ വളവ് വളഞ്ഞു വരുമ്പോൾ പാറയൊക്കെയുള്ള ഒരു ഭാഗമുണ്ട്, വഴിയരികിലൊക്കെ തന്നെ മരങ്ങളുള്ള ഭാഗമുണ്ട്. അവിടെ ഈ മണ്ണ് ഇപ്പോൾ വഴിയിലേക്ക് വീണ് കിടക്കുകയാണ്. ആ വെള്ളവരയും കടന്ന് മണ്ണ് കിടപ്പുണ്ട്. അപ്പോൾ അതിനുള്ളിൽ ഒരു മൺകൂന പോലെയാണ് എനിക്ക് ആ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. അവിടെ ആ ഭാഗത്താണോ, അതായത് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ഭാഗത്ത് ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്നതിന്റെ നേരെ എതിർവശത്താണ് ഇപ്പോൾ മൺകൂന എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അവിടെയാണോ സാധാരണ നിർത്തിയിടാറുള്ളത്? അതെ, അവിടെയാണ് സാധാരണ നിർത്തിയിടാറ്. അവിടെ ഇപ്പോൾ ഞാൻ കുറച്ചു നേരത്തെ മുന്നേ വരെ വീഡിയോ കണ്ടപ്പോൾ ആ സൈഡിലുള്ള 2 ലൈനിലെ
ഒരു ലൈനെ പൂർണ്ണമായി മാറ്റി തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഒരു ലൈനിലെ മരണം കൂടി എടുത്ത് മാറ്റാനുണ്ട്. അതിന്റെ അകത്താണ് ആ രണ്ടാമത്തെ ലൈൻ കഴിഞ്ഞ് അതിന്റെ അകത്താണ് ഈ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ അതിന്റെ അകത്തുനിന്ന് അവിടെ തെരച്ചിൽ നടത്തിയാൽ അവനെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. സജിത്ത് ഇസ്രായേൽ എന്ന വ്യക്തിയും അവിടെ ലൊക്കേറ്റ് ചെയ്തതല്ലേ? അതെ അതെ, രഞ്ജിത്തും പറഞ്ഞത് അത് തന്നെയാണ്. അതായത് ഒരു ഷിരൂരിലെ ഒരു രാജസ്ഥാനി ധാബ, അതാണ് ഗൂഗിൾ മാപ്പിൽ ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. അതിന് ഓപ്പോസിറ്റായി കുറെ ടാങ്കർ ലോറിയൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് പഴയ ഇമേജുകൾ നോക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ നിരനിരയായി 4-5 വാഹനങ്ങൾ നിർത്തിയിടാനുള്ള ഒരു ഇടം അവിടെ ഉണ്ടല്ലേ, വഴിയരികിൽ തന്നെ? വഴിയരികിൽ തന്നെ ഉണ്ട്. ഞങ്ങളെല്ലാവരും അവിടെ നിർത്താറുള്ളതാണ്. അവിടേക്ക് ഇപ്പോഴും മണ്ണ് മാറ്റി എത്തിയിട്ടില്ല. ആ സ്ഥലത്തേക്ക് ഇപ്പോഴും എത്തിയിട്ട് ഇനി എത്താനുണ്ട്. അവിടെ ഒരു മൺകൂണയായി കിടക്കുകയാണ്. അവിടെ ഇപ്പോഴും എത്തിയിട്ടില്ല. സമീർ, അപ്പോൾ മണ്ണ് മാറ്റാൻ കിടക്കുന്ന ഭാഗം അത് മലയുടെ ഭാഗമാണെന്നായിരിക്കാം ഒരുപക്ഷെ രക്ഷാപ്രവർത്തകർ കരുതുന്നത്. പക്ഷെ അത് മലയുടെ ഭാഗമല്ല. അല്ല, അവിടെ സുരക്ഷാ ഭിത്തികൾ ഇല്ലാത്തതിന്റെ പേരിൽ മണ്ണിടിഞ്ഞപ്പോൾ അത് രണ്ടും ഒന്നായിട്ടുണ്ടാവും. അവരെ കാഴ്ചയിൽ അത് മലയുടെ ഭാഗമായി തെറ്റിദ്ധരിക്കുന്നതാണ്.